സെയ്ഫ് അലി ഖാനെ കുത്തിയിട്ടുള്ള പ്രതിയെ ഇന്ന് നമ്മുടെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ട് അന്വേഷണത്തിലൂടെ വിവരങ്ങളൊക്കെ പുറത്തു വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ മറുപടി. അതിൻ്റെ കാരണം മുംബൈയിൽ നടന്നിട്ടുള്ള ഒരു ഹൈ പ്രൊഫൈൽ അറ്റാക്കുകളിലൊന്നും തന്നെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. അത് പുറത്തേക്ക് വരാൻ അറ്റാക്കിന് വിധേയനായിട്ടുള്ളവർക്ക് പോലും വലിയ താല്പര്യം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഈ കേസ് പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റു ചില കേസുകളിലേക്ക് കൂടി വരാം. അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബംഗ്ലാദേശി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെയ്സാദ് എന്നാണ്. 30 വയസ്സുകാരനായിട്ടുള്ള ഒരു പ്രതിയാണ്. ഏതാണ്ട് 8 മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ബംഗ്ലാദേശിൽ നിന്ന് കൽക്കത്തയിലേക്ക് എത്തിയത്. കൽക്കത്തയിൽ നിന്ന് ഏതാണ്ട് 15 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമേ മുംബൈയിലേക്ക് എത്തിയിട്ടുള്ളൂ എന്ന് കേൾക്കുന്നു. ആ മുംബൈയിൽ എത്തിയിട്ട് അദ്ദേഹം ഒരു ഹൗസ് കീപ്പിംഗ് ഏജൻസിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അത് ഇദ്ദേഹം ഈ ബാന്ദ്രയ്ക്ക് അടുത്തുള്ള വലിയ വീടുകളിലെല്ലാം വലിയ പണക്കാരാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണ് അവിടെ കയറിയത്. ഒരിക്കലും ഈ സെയ്ഫ് അലി ഖാന്റെ വീടാണ്, വലിയൊരു നടന്റെ വീടാണെന്ന് അറിഞ്ഞിട്ടല്ല കയറിയത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. പക്ഷെ പോലീസും ഒക്കെ ഈ സെയ്ഫ് അലി ഖാനൊക്കെ പറയുന്ന അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന തെളിവുകൾ തന്നെയാണ് അവരുമൊക്കെ പുറത്തു പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം, ഈ കേസിന്റെ മാത്രമല്ല, ഞാൻ മറ്റു പല കേസുകളിലേക്ക് കൂടി വരാം. ആ കേസുകളൊന്നും ഇതുപോലെ തെളിയിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് കൂടി നമ്മളും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ആക്സോ ബ്ലേഡും അതുപോലെ തന്നെ ഒരു വടിയുമായിരുന്നു ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ഇയാൾ വന്നിട്ട് ഈ കുട്ടിയുടെ, അതായത് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഇയാളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി, ആ കുട്ടിയെ നോക്കാനാണ് ഏലിയാമ്മ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു മലയാളിയായിട്ടുള്ള നേഴ്സ് അവിടെ ഉണ്ടായിരുന്നത്. 11ാമത്തെ നിലയിലാണ് ഇയാൾ താമസിച്ചിരുന്ന. ഒരു 14 നിലയുള്ള ഫ്ലാറ്റിലാണ്. അവിടെ 4 നിലകൾ, ഏറ്റവും അവസാനത്തെ 9, 10, 11, 12 നിലകൾ ഈ ഇദ്ദേഹമാണ് താമസിച്ചിരുന്നത്. അതിൽ 11ാമത്തെ നിലയിൽ വെച്ചാണ് ഈ കുട്ടി ആക്രമിക്കപ്പെടുന്നത്. ആക്രമിക്കാൻ ഇയാൾ ഒരുങ്ങിയത്, ആക്രമിക്കപ്പെട്ടില്ല. അപ്പോഴാണ് ഏലിയാമ്മ ഫിലിപ്പ് കാണുന്നത്. എന്നിട്ട് ഇയാൾ ആക്സോ ബ്ലേഡും ഒരു വടിയും കാണിച്ചിട്ട് 1 കോടി രൂപ ചോദിച്ചു എന്നാണ് പറയുന്നത്. അതിൽ തന്നെ വലിയ അതിശയോക്തിയുണ്ട്. എന്താണ് ഈ 1 കോടി രൂപ ആക്സോ ബ്ലേഡും വടിയും കാണിച്ച് ചോദിച്ചാൽ വീട്ടിലുണ്ടാകും എന്നൊക്കെ ഈ പറയുന്ന പ്രതി എങ്ങനെ വിചാരിച്ചു എന്നുള്ളതിൽ നമുക്ക് വലിയ അതിശയം തോന്നും. അത് തന്നെ ഒരു ലോജിക്കലി നമുക്ക് അത്രമാത്രം കൺവിൻസിങ് അല്ലാത്തൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കൃത്യമായി ചില ബോംബെയിലെ വലിയ പത്രങ്ങളും അതുപോലെ തന്നെ ഹിന്ദു വേൾഡ് പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പോലെ നമുക്ക് വലിയ അതിശയം തോന്നുന്നത്, കാരണം അവർ ബോംബെയിൽ തന്നെ ബേസ്ഡ് ആയിട്ടുള്ള ചാനലുകളാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വലിയ ഡൗട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം എങ്ങനെ കൂളായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോയി എന്നുള്ളതാണ്. ഇദ്ദേഹം ആദ്യം പറയുന്നത് ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നു, അതിനകത്ത് കയറിയിരുന്നു, അവിടെ നിന്നാണ് ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ അറ്റാക്ക് നടന്നതിന് ശേഷം സെക്യൂരിറ്റി ഗാർഡുകളൊന്ന് വിളിച്ചറിയിക്കാമായിരുന്നില്ല ഇന്റർകോമിൽ എന്നുള്ളത് അവിടുത്തെ ആ മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഇന്റർകോമിൽ എങ്ങനെ വിളിച്ചറിയിക്കാതിരുന്നു? എങ്ങനെയാണ് ഇയാൾ വളരെ സിമ്പിളായിട്ട് ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത് എന്നത് രണ്ടാമത്തെ ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. മൂന്നാമത്തേതും ഏറ്റവും നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യം, ഞാൻ ആദ്യം നിങ്ങളോട് വീഡിയോ ചെയ്യുമ്പോൾ പോലും എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഞാനത് പറഞ്ഞത് കാരണം എക്കണോമിക് ടൈംസും മറ്റ് ഹിന്ദു പത്രവും അടക്കം നിരവധി പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അത് ഈ സെയ്ഫ് അലി ഖാൻ കുത്തേറ്റതിന് ശേഷം പോയത് ഒരു ഓട്ടോറിക്ഷയിലാണെന്നാണ്. അവിടെ തന്നെ നമുക്ക് വലിയ സംശയം തോന്നുന്നത്, ഇദ്ദേഹത്തിന്റെ 11ാമത്തെ നിലയിൽ വെച്ച് ഇദ്ദേഹത്തിന് 6 തവണ കുത്തേൽക്കുന്നു. അത് മാരകമായിട്ടുള്ള പരിക്കാണ് ഏൽക്കുന്നത്. ആ പരിക്കേറ്റതിന് ശേഷം സ്വന്തം ഒരു ചെറിയ കുട്ടിയാണ് കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മൂത്ത മകനും കൂടിയിട്ടാണ് ഈ ഓട്ടോറിക്ഷയിൽ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കരീന കപൂറിനെ പോലെയുള്ള ആളുകൾ കൂടെ പോയിട്ടുള്ള അവർ അടുത്ത വണ്ടിയിൽ പോയിട്ടുണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു സംശയം നിലനിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ 11ാമത്തെ നിലയുടെ ഇദ്ദേഹം 9ാമത്തെ നില മുതൽ മുകളിലേക്കാണ് താമസിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിൻ്റെ 8 നിലകളിൽ താമസിക്കുന്നവർ പോലും വലിയ സൂപ്പർ റിച്ച് ആയിട്ടുള്ള മൾട്ടി മില്യണേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ 1, 2 വണ്ടികൾ ഉണ്ടാവും. അവർക്കൊക്കെ തന്നെ ഡ്രൈവിംഗ് അറിയാമായിരിക്കും. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ആർക്കും ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. അത് കരീന കപൂറിനാണെങ്കിലും അല്ലെങ്കിൽ മക്കൾക്കാണെങ്കിലും, പ്രായപൂർത്തിയായ 2 മക്കളുണ്ട്, അവർക്കൊക്കെ അറിയില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് അത് വിശ്വസിച്ചാൽ പോലും ഇവർ താഴെയുള്ള ഏതെങ്കിലും ഡോറുകളിൽ ഒന്ന് ചെന്ന് തട്ടി അവരുടെ ഒരു സഹായം തേടാഞ്ഞത് എന്ത് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യത്തിനൊപ്പമാണ് ഭജൻ സിംഗ് റാണ എന്ന് പറയുന്ന
ഒരു ആൾ കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അദ്ദേഹമാണ് ഓട്ടോറിക്ഷയിൽ കൊണ്ടെത്തിച്ചത്. ഓട്ടോറിക്ഷയിൽ എത്തിക്കാൻ പോയപ്പോൾ ഈ നമ്മുടെ സെയ്ഫ് അലി ഖാൻ തന്നെ എത്ര സമയമെടുക്കും ലീലാവതി ഹോസ്പിറ്റലിലേക്ക് എത്താൻ എന്ന് ചോദിച്ചു എന്നൊക്കെയാണ് നമുക്കറിയുന്നത്. പിന്നെ നമുക്കറിയാം ഒരു നൈഫ് വെച്ചിട്ടാണ് ആക്രമണം നടത്തിയത്. പക്ഷേ ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെ ഒരു കത്തി ഇയാൾ കൊണ്ടുവന്നിരുന്നില്ല. പകരം ഇയാൾ അവിടെ ഇരിക്കുന്ന ഏതോ ഒരു കത്തി എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരിക്കലും ഇതെന്താണ് എന്നുള്ളതിന് ഒരു വലിയ ദുരൂഹത സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വലിയ തോതിൽ പരിക്കേറ്റിരുന്നു എന്ന് പറഞ്ഞിരുന്നു സെയ്ഫ് അലി ഖാൻ. പക്ഷെ അദ്ദേഹത്തെ ഇപ്പോൾ തിങ്കളാഴ്ച തന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് കൂടിയാണ് കേൾക്കുന്നത്. അത് മാത്രമല്ല നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സെയ്ഫ് അലി ഖാൻ എന്ന് പറയുന്നത് കാര്യം 53-54 വയസ്സുണ്ടെങ്കിൽ പോലും അദ്ദേഹം വളരെ കരുത്തനായിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക്കായി ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രമാത്രം കുത്തേറ്റു എന്ന് പറയുന്നത് പോലും എനിക്ക് അവിശ്വസനീയമാണ്. എന്താണെങ്കിലും ഇപ്പോൾ ഇതൊക്കെയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചേക്കുന്നത്. ഇനി ഈ കാര്യത്തിൽ മാത്രമല്ല, ഇതിന് തൊട്ടു മുമ്പ് ഒരു കൊലപാതകം നടന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അവിടെ 3 തവണ MLA ആയിരുന്ന, അവിടെ ഒരു തവണ സിവിൽ സപ്ലൈസിൻ്റെ മിനിസ്റ്റർ ആയിരുന്ന, ലേബറിൻ്റെയൊക്കെ മിനിസ്റ്റർ ആയിരുന്ന ബാബ സിദ്ദിഖി, അദ്ദേഹം വലിയ അറിയപ്പെടുന്നൊരു സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. നമ്മുടെ ഈ സൽമാൻ ഖാൻ്റെയൊക്കെ വളരെ അടുത്ത സുഹൃത്താണ്. സൽമാൻ ഖാനുമായിട്ടുള്ള പരിചയത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകം നടന്നത് നമുക്കറിയാം ലോറൻസ് ബിഷ്ണോയുടെ ഒക്കെ സംഘങ്ങളാണ് കൊലപാതകം നടത്തിയത്. ആ കൊലപാതകം നടത്തിയപ്പോൾ ഇദ്ദേഹത്തെ തൊട്ടടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ മകനിപ്പുറം നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ടായിരുന്നു. അവർ തിരിച്ചെന്തുകൊണ്ട് വെടിവെച്ചില്ല എന്നുള്ളതൊക്കെ നമുക്ക് വലിയ ചോദ്യചിഹ്നമാണ്. പിന്നെ മുംബൈയിലെ ചില മാധ്യമങ്ങൾ പറയുന്നത് ഈ സെയ്ഫ് അലി ഖാനും കരീന കപൂറിനും ഒക്കെ തന്നെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ടായിരുന്നു, കൂടാതെ പോലീസ് സെക്യൂരിറ്റീസ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതും സ്ഥിരീകരിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ ചെറുത്തില്ല എന്നുള്ളത് നമുക്ക് വലിയ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ മുംബൈയിലുള്ള അപകടങ്ങളും ഇതുപോലെയുള്ള ആക്രമണങ്ങളും ഒക്കെ എല്ലായ്പ്പോഴും തന്നെ മൂടി വെക്കപ്പെടാറാണ് പതിവ്. ഇപ്പോൾ ബാബ സിദ്ദിഖിയുടെ കൊലപാതകം കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഈ പറയുന്ന ലോറൻസ് ബിഷ്ണോയുടെ സംഘങ്ങളാണ് ആക്രമണം നടത്തിയെന്ന് തോന്നുന്നു. പക്ഷെ ആരൊക്കെയാണ്, അതിലേക്ക് പിന്നിലുണ്ടായ ഗൂഢാലോചനകൾ എന്തൊക്കെയാണ്, എന്തായിരുന്നു കൊല്ലാനുള്ള കാരണം എന്നുള്ളതൊന്നും കൃത്യമായി പുറത്തേക്ക് വന്നിട്ടില്ല. സൽമാൻ ഖാനുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദമാണ് കൊല്ലാൻ കാരണമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അത്രത്തോളം ശരിയാണെന്ന് അറിയുന്നു. ഇനി മറ്റൊരു കാര്യം ഉണ്ടായിട്ടുള്ളത്, സൽമാൻ ഖാൻ്റെ വസതിക്ക് നേരെ ഒരു ആളുകൾ വന്ന് വെടിയുതിർത്തിട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. അത് ആദ്യം 4 പേരാണ് പിടിക്കപ്പെട്ടത്, പിന്നെ 2 പേരെ കൂടി പിടിച്ചു, അങ്ങനെ 6 പേരാണ്. അതിലും പക്ഷേ ആരാണ് വന്ന് വെടിയുതിർത്തത് എന്നുള്ള കാര്യത്തിലൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഇനി ഇതിനേക്കാളൊക്കെ രസകരമായിട്ടുള്ളൊരു കാര്യം, ഗോവിന്ദ എന്ന് പറയുന്ന ഒരു നടനാണ്. ആ ഗോവിന്ദ എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് അദ്ദേഹം മോർണിംഗ് ഫ്ലൈറ്റ് പിടിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റ് റെഡിയാകുന്നതിനിടെ അദ്ദേഹത്തിന് വെടിയേറ്റു. പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം രാവിലെ തൻ്റെ ഗൺ ഒന്ന് ചെക്ക് ചെയ്യാൻ പോയിരുന്നതാണ്. അതായത് രാവിലെ ആരെങ്കിലും ഫ്ലൈറ്റിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിനിടക്ക് റെഡിയാകുന്നതിനിടക്ക് സ്വന്തം ഗൺ പോയി ചെക്ക് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് വലിയ തോതിൽ സംശയമുളവാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പോലും ഇതിൻ്റെ പിന്നിലുള്ള ഉള്ളുകള്ളികൾ പുറത്തേക്ക് വരാത്തതിൻ്റെ കാരണം ഇത് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നാൽ ഇവർക്ക് തന്നെ പാരയാകുന്ന ഒരുപാട് തെളിവുകളും ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള പണത്തിൻ്റെയും ബാക്കിയുള്ള ഡീലുകളുടെയും ഒക്കെ വിവരങ്ങൾ പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ, ഷാരൂഖ് ഖാൻ്റെ മകനെ ഒരു ക്രൂയിസ് ഷിപ്പിൽ വെച്ചിട്ട് ഒരു വിനോദയാത്രയ്ക്ക് പോകുന്ന ഒരു ഷിപ്പിൽ വെച്ചിട്ട് കയറുകയും അദ്ദേഹത്തെ മയക്കുമരുന്ന് ഉപയോഗിച്ച് അതിനെ പിടിക്കപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യം പിടിക്കപ്പെട്ടപ്പോൾ ഷാരൂഖ് ഖാൻ്റെ മകനെ കുറ്റവാളി എന്നുള്ള നിലക്കാണ് മുംബൈ പത്രങ്ങളൊക്കെ വിശദീകരിച്ചതെങ്കിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയടക്കം വന്ന് ഷാരൂഖ് ഖാൻ അനുകൂലമായി സംസാരിച്ചത്. പക്ഷേ മാധ്യമങ്ങളൊക്കെ ഷാരൂഖ് ഖാൻ്റെ മകനെയാണ് കുറ്റപ്പെടുത്തിയെങ്കിൽ ഏതാണ്ട് ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതിൽപ്പെട്ട ഓഫീസർ വലിയ അഴിമതിക്കാരനാണെന്നും അദ്ദേഹം ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് ഇറങ്ങിയതാണെന്നും ഷാരൂഖ് ഖാൻ്റെ മകനെ പെടുത്തിയതാണെന്നും ഒക്കെയുള്ള വാർത്തകൾ വന്നു. പക്ഷേ ഇതൊക്കെ വന്നതിന് ശേഷവും പിന്നീട് ആ ന്യൂസുകളെല്ലാം അങ്ങോട്ട് ഇല്ലാതായി. നമുക്കറിയാം, മുംബൈ പോലീസിലെ ഒരു കമ്മീഷണർ തന്നെ ഈ പറയുന്ന ചില ആളുകളെ ഭയപ്പെടുത്തി പണം പിരിച്ചു എന്നും അത് അവിടുത്തെ ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടിയായിരുന്നുവെന്നും അത്തരത്തിൽ വലിയ തോതിൽ ഇവർ പിരിവ് നടത്തുകയായിരുന്നു ഈ പറയുന്ന ആളുകളുടെ കയ്യിൽ നിന്നൊക്കെയുള്ള വലിയ തോതിലുള്ള ദുരൂഹതകൾ മുംബൈയിൽ എപ്പോഴും നിലനിന്നിരുന്നു. മുംബൈ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയവും പൊളിറ്റിക്സും സിനിമയും ബിസിനസ്സും അധോലോകവും എല്ലാം തന്നെ ഇതിൽ ആരൊക്കെയാണ് എന്നുള്ളത് വേർതിരിച്ചറിയാനാവാത്ത വിധം കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്.
അതുകൊണ്ട് ഇന്ന് ഈ മുംബൈ പോലീസ് ഓഫീസേഴ്സിൻ്റെയൊക്കെ ഒരു പത്രസമ്മേളനം ഞാൻ മുഴുവൻ കേട്ടതാണ്. അതിൽ പോലും ഒരു ക്ലാരിറ്റി ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഒരു ആളെ കയ്യിൽ കിട്ടിയിട്ട് പോലും അദ്ദേഹത്തിന് ചില ഇന്ത്യൻ രേഖകളുണ്ടെന്നും അത് വ്യാജമാണെന്നും പക്ഷെ അതായത് ബംഗ്ലാദേശിയാണെന്നും ഒക്കെയുള്ള വാദങ്ങൾ പറയുന്നതല്ലാതെ അതിനും അപ്പുറത്തേക്കുള്ള ഒരു പ്രോബിലേക്കും കൃത്യതയാർന്ന ഒരു അന്വേഷണത്തിലേക്കും ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയും ഇതുവരെ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കരുതുക വയ്യ. ഏതാണ്ട് ഇതുമൊക്കെ തന്നെ ഈ പറയുന്ന പിടിക്കപ്പെട്ട ആളുകളുടെ മാത്രം കയ്യിലായി ഇത് അവശേഷിക്കും. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അത് അവർ തനിയെ തന്നെ ഡീൽ ചെയ്യും. പലപ്പോഴും ഈ നിയമങ്ങൾക്ക് വിട്ടുകൊടുക്കാറില്ല എന്നുള്ളത് കൂടിയാണ് വാസ്തവം. കാരണം ഈ സംഭവങ്ങൾ ഉണ്ടായി ഏതാണ്ട് തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ അവിടുത്തെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഒരു സഹമന്ത്രിയാണ് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം അടക്കമുള്ള ആളുകൾ വന്നു. അവിടുത്തെ മുഖ്യമന്ത്രി അടക്കം ഇതിന്റെ പിന്നിൽ ഒരു ഗ്യാങ്ങും ഇല്ലെന്നും ഇതൊരു റോബറി അറ്റംപ്റ്റ് മാത്രമാണെന്നും പറഞ്ഞു. പക്ഷെ ഒരു വടിയും ഒരു ആക്സോ ബ്ലേഡുമായി ഒരാൾ റോബറിക്ക് ഇറങ്ങി പുറപ്പെടുമോ എന്നുള്ളത് പോലും വലിയ ദുരൂഹതയുള്ള സംശയകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതൊന്നും ഒരിക്കലും പുറത്തു വരാൻ സാധ്യതയില്ല.